അച്ചാർ നല്ല തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിനായിട്ട് 4 മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, കായം, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കടുത്ത് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ്, ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ വെക്കണം. ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കാരണം പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറേ കൂടെ അധികം ഉപ്പ് ചേർക്കേണ്ടി വരും. നമ്മുടെ കയ്യിലിരിക്കുന്ന മാങ്ങ പുളി കുറവാണ്. നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വച്ചിട്ട് കടുക് വറുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കടുക് വറുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു. ഈ ചട്ടി ചൂടാകട്ടെ. ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കട്ടി കായമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കായം ഈ എണ്ണയിൽ ഇട്ടിട്ട് കൊടുക്കാം. എണ്ണ തണുത്തതിന് ശേഷം പൊടികളിട്ട് കൊടുക്കാം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി. ഫ്ലെയിം ഓഫാണ്. എണ്ണ ചൂടുണ്ട്, ചെറിയ ചൂടാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തു. നല്ലവണ്ണം മിക്സായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് മാങ്ങ ഉപ്പിട്ട് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിരുന്ന് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് വേറെ കുപ്പിയിലേക്ക് മാറ്റാം.
അച്ചാർ റെഡിയാണ്. അച്ചാർ നല്ല തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എങ്ങനെയുണ്ട്? ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.